കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തോട് സംസാരിച്ചത്. അദ്ദേഹം ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു നിർണായകമായിട്ടുള്ള യോഗം വിളിക്കുകയും ആ യോഗത്തെ തുടർന്ന് പല തീരുമാനങ്ങൾ എടുക്കുകയും അത് രാജ്യത്തെ ജനങ്ങളോട് പറയുകയും ചെയ്തു. എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തോട് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഇത് യുദ്ധം നടക്കുന്ന കാലമാണ്. കോവിഡ് സമയത്ത് നമ്മൾ യുദ്ധസമാനമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി. സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പല രാജ്യങ്ങളും ലോക്ക്ഡൌണിലേക്ക് വീണ്ടും പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടും നമ്മൾ ചേർത്ത് വായിക്കണം. പല രാജ്യങ്ങളും ഗ്യാസ് പ്രതിസന്ധി മൂലം, ഇന്ധന പ്രതിസന്ധി മൂലം വർക്ക് ഫ്രം ഹോമിലേക്ക് ജോലികൾ മാറ്റുന്നു. അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ കമ്പനികൾ അവരുടെ ഉദ്യോഗസ്ഥരുടെ ജോലികൾ വർക്ക് ഫ്രം ഹോമിലേക്ക് മാറ്റുന്നു. ഇത് കോവിഡ് പോലത്തെ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം, ഡൊണാൾഡ് ട്രംപ് യുദ്ധം നിർത്തിയതോടെ ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി പുനരാരംഭിക്കുന്നതിന് ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതി അത് എന്താണ് എന്നുള്ളതാണ്. ലോകം തന്നെ ഇത് ശ്രദ്ധിക്കുകയാണ്. ഇറാനിയൻ എണ്ണയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു തന്ത്രത്തിലാണ് മോദി സർക്കാർ പ്രവർത്തിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി പുനരാരംഭിക്കുന്നതിന് ഇന്ത്യ പരിഗണന നൽകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് നവഭാരത് ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് സാങ്കേതികവും വാണിജ്യപരവുമായിട്ടുള്ള സാധ്യതകൾ വിലയിരുത്തപ്പെടും. എന്നിരുന്നാലും പണമടക്കൽ രീതി ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. എണ്ണ വിലയിലെ സമ്മർദ്ദം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനെതിരായിട്ടുള്ള US ഉപരോധങ്ങൾ താൽക്കാലികമായി ലഘൂകരിക്കുന്നതിനായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാന് നൽകിയ സമയപരിധി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നീട്ടിയ സമയത്താണ് ഈ സംഭവ വികാസം പുറത്തു വന്നത്. ഇറാനിയൻ വൈദ്യുത നിലയങ്ങളിൽ US 5 ദിവസത്തേക്ക് ആക്രമണം നടത്തില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ആശ്വാസകരമാണ്. ഇറാനിയൻ അസംസ്കൃത എണ്ണയുടെ പ്രധാനമായി വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇറാനിൽ നിന്നുള്ള എണ്ണ ഇന്ത്യൻ റിഫൈനറികൾക്ക് നന്നായി യോജിച്ചു. കൂടാതെ വ്യാപാര നിബന്ധനകളും അനുകൂലമായിരുന്നു. തൽഫലമായി ഇറാനിയൻ ലൈവ് ഹെവി ഗ്രേഡ് ക്രൂഡ് എന്നിവയുടെ ഗണ്യമായ അളവിൽ അവ ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. 2018 ഇറാനിയൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങൾ കർശനമാക്കുകയും 2019 മെയ് മുതൽ ഇറക്കുമതി നിർത്തലാക്കുകയും ചെയ്തു. പകരം പശ്ചിമേഷ്യ, അമേരിക്ക, മറ്റ് സ്രോതസ്സുകൾ എന്നിവയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. അക്കാലത്ത് ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ 11.5% ഇറാനിയൻ ക്രൂഡ് ഓയിലായിരുന്നു. പശ്ചിമേഷ്യയിലെ നിലവിലുള്ള സംഭവ വികാസത്തെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇറാനിയൻ ക്രൂഡ് ഓയിൽ വാങ്ങൽ പുനരാരംഭിക്കുന്നതിനുള്ള ഏതൊരു തീരുമാനവും സാങ്കേതിക വാണിജ്യ സാധ്യതയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരിക്കും. ഇത് സാങ്കേതിക വാണിജ്യ സാധ്യതയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.